പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. എന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുമെങ്കിലും പോസ്റ്റർ തയ്യാറാക്കൽ പല കുട്ടികൾക്കും പ്രയാസമുണ്ടാകും. പ്രത്യേകിച്ചും നമുക്ക് മൂല്യനിർണ്ണയത്തിൽ പരീക്ഷയ്ക്ക് ഈ പ്രവർത്തനം വരുമ്പോൾ പല കുട്ടികളും പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആയതുകൊണ്ട് എങ്ങനെ ലളിതമായി ഇത് എഴുതാം എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഒരു പോസ്റ്ററിന് ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ടീച്ചർ അവതരിപ്പിച്ചു. ഒന്ന്, അനുയോജ്യമായ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. നല്ല കഴിവുള്ള കുട്ടികൾക്ക് അതിനാവശ്യമായ ചിത്രങ്ങൾ വരച്ചു ചേർക്കുകയോ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ നാം പരീക്ഷ ഹാളിലായിരിക്കുമ്പോൾ ഇതൊന്നും സാധ്യമല്ല, നമുക്ക് തന്നെ വരയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ ലളിതമായി ചിത്രങ്ങൾ വരയ്ക്കാൻ നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പോസ്റ്ററുകളാണോ നാം തയ്യാറാക്കുന്നത് അതനുസരിച്ചുള്ള ചെറിയ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ വരയ്ക്കാനും ക്രയോണുകളോ മറ്റോ ഉപയോഗിച്ച് നിറം കൊടുക്കാനും നാം ശ്രദ്ധിക്കുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. മറ്റൊന്ന് ലേ ഔട്ടാണ്. എന്താണ് ലേ ഔട്ട് എന്നതിൻ്റെ ഭംഗി വരുത്തുക. എങ്ങനെയൊക്കെ നമുക്ക് ഭംഗി വരുത്താം? നമുക്ക് അതിൻ്റെ ചുറ്റുപാടിൽ മാർജിനുകളൊക്കെ വരച്ച് നിറം കൊടുക്കാം. അക്ഷരങ്ങൾ ചില ഭാഗങ്ങൾ വലുതാക്കിയും ചില അക്ഷരങ്ങൾക്ക് നിറങ്ങൾ മാറ്റിക്കൊടുത്തും ഒക്കെ നമുക്ക് ഇതിൻ്റെ ലേ ഔട്ടിൽ വ്യത്യാസങ്ങൾ വരുത്താം, ഭംഗി വരുത്താം. ഇതൊക്കെയാണ് ലേ ഔട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില കടകളുടെയൊക്കെ പരസ്യത്തിൽ അല്ലെങ്കിൽ ചില കടകൾക്കൊക്കെ അവിടെ അക്ഷരങ്ങൾ പ്രത്യേകത, ആ അക്ഷരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരം രീതിയിലുള്ള ചില അക്ഷരങ്ങൾക്ക് ചില രൂപമാറ്റങ്ങളും ഭംഗിയുടെ എഴുത്തുകൊണ്ടും ഒക്കെ അതിന് നമുക്ക് ലേ ഔട്ട് കൊണ്ടുവരാൻ സാധിക്കും, നിറങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇതാണ് ലേ ഔട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യവുമാണ്. ചിത്രം വരയ്ക്കൽ മാത്രമായിരിക്കും ചില കുട്ടികൾക്കെങ്കിലും പ്രയാസം അനുഭവപ്പെടുക. ഇതിനൊരു വഴി നമുക്ക് സാധാരണ വരാറുള്ള പോസ്റ്ററുകൾ ഏതെല്ലാം വിഷയത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുകയും അത്തരം പോസ്റ്ററുകൾ ഉപയോഗിക്കേണ്ട ചിത്രങ്ങൾ സ്വതന്ത്രമായി ഇരുന്ന് ഒഴിവു സമയങ്ങൾ വരച്ച് പരിശീലിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കത് പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇവിടെ വനത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേഗത്തിൽ മരം വരയ്ക്കുന്നത് എങ്ങനെ, പക്ഷികളെ വരയ്ക്കുന്നത് എങ്ങനെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് അത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി ഇതൊന്നും പ്രായോഗികമല്ലെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നതും നിങ്ങളുടെ കഴിവ് പരിശോധിക്കുന്നതും പ്രത്യേകിച്ചും അതിലുപയോഗിക്കുന്ന വാചകത്തിലാണ്. അത് നല്ല ഭാഷയിലും, നല്ല ഭാഷ എന്ന് പറയുമ്പോൾ അത് വളരെ മറ്റുള്ളവർക്ക് മനസ്സിൽ തട്ടുന്ന തരത്തിലുള്ള നല്ല ഭാഷയായിരിക്കണം. അത് നല്ല അർത്ഥവ്യാപ്തി ഉണ്ടായിരിക്കണം. ഇതാണ് ഈ വാക്കിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാറുണ്ട്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ എഴുതാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു പോസ്റ്ററല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ഏത് കാര്യം പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ വളരെ അർത്ഥവത്തായിരിക്കണം. എന്താണ് ഒരു പോസ്റ്റർ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരക്കലും മറ്റൊക്കെ പ്രയാസമാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് എപ്പോഴും നിങ്ങൾ എഴുതുന്ന ആ വാചകത്തിലാണ്. അപ്പോൾ ആ വാചകം വളരെ ഭംഗിയുള്ളതായിരിക്കണം, മറ്റുള്ളവർക്ക് മനസ്സിൽ തട്ടുന്നതായിരിക്കണം. എന്നുവെച്ചാൽ വലിയ വാചകങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനപ്പുറമുള്ളതല്ല ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള നല്ല വാചകങ്ങളും നിർമ്മിക്കാൻ നാം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ്, അപ്പോൾ എങ്ങനത്തെ വാക്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ എങ്ങനത്തെ വാചകങ്ങളാണ്, എങ്ങനത്തെ ഭാഷയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരാൾ പുകവലിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇതൊരു പോസ്റ്ററാണ്. നമ്മൾ എന്താണ് ഒരു പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു പോസ്റ്റർ കൊണ്ട് അയാളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നാം ഉദ്ദേശിച്ചത്. അപ്പോൾ പുകവലിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്ററായോ? അയാളെ ബോധവൽക്കരിച്ചോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതൊരു നിർദ്ദേശമാണ്. ഈ ഭാഗത്ത് പുകവലിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം അയാൾക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ എങ്ങനെയാണ് അയാൾക്കത് അയാളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ, ആ പുക വലിക്കുന്ന ആളെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ആ വാചകത്തെ മാറ്റാം, എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് എന്ത് പറയാം? പുകവലിക്കൂ, രോഗം പണം കൊടുത്തു വാങ്ങും എന്ന് പറഞ്ഞാലോ? ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും നിങ്ങൾ ക്യാൻസറിലേക്ക് അടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ എന്ന രോഗത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ ആ വാചകത്തിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നാം പോസ്റ്ററിൽ എഴുതിയത് എങ്കിലോ തീർച്ചയായും അതൊരു സൂചനയാണ്. അയാളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അത് വായിക്കുന്ന ആൾക്കുടൻ മനസ്സിലാവും, ഞാൻ പുക വലിക്കുന്നത് കൊണ്ട് എനിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലായിരിക്കണം. മറ്റൊരു ഉദാഹരണം പറയാം. സാധാരണ നമ്മൾ പറയുന്നത് വാഹനം പതുക്കെ ഓടിക്കുക. ചില നമ്മൾ റോഡിൻ്റെ സൈഡുകളിലൊക്കെ കാണാറുണ്ട്, ഇവിടെ അപകട സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെന്താണ്? ഒരു പോസ്റ്ററായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും, അതിന് നിർദ്ദേശമായിട്ട് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. അതിന് പകരം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എങ്കിലോ, അമിത വേഗത ആപത്ത്, അമിത വേഗത മരണത്തിലേക്ക് എന്നൊക്കെയാണ് നാം എഴുതിയിരിക്കുന്നതെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അത് വായിക്കുന്ന ആൾക്ക് തന്നെ ഒറ്റയടിക്ക് തന്നെ അതിനെക്കുറിച്ച് ചിന്ത വരികയും അയാൾ വേഗത കുറയ്ക്കുകയും ചെയ്യും. അത് അയാളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് വനവൽക്കരണത്തിൻ്റെ പോസ്റ്ററുകളും തയ്യാറാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ മരം മുറിക്കരുത്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ എഴുതിയാൽ അതൊരു പോസ്റ്ററിൻ്റെ രൂപത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ തീർച്ചയായും ആളുകൾക്ക് വനങ്ങളെ സംരക്ഷിക്കുന്നതിനും വനങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ധാരണ, ബോധം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ എഴുതാൻ പറ്റും എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചില പോസ്റ്ററുകൾ ഞാൻ തയ്യാറാക്കിയത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാൻ കഴിയും. ഞാനിതിൽ ചിത്രങ്ങളും മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല, വാചകങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആവശ്യമായ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി നല്ല രീതിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. വനം ഒരു വരം. ഇവിടെ വനം വെച്ചുപിടിപ്പിക്കണമെന്നോ വനം നശിപ്പിക്കരുത് എന്നൊന്നും പറയുന്നില്ല. അതൊരു വരമാണ്, അത് നമുക്ക് കിട്ടിയൊരു വരമാണ്, നാം അതിനെ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അത് മറ്റൊന്നാണ്, വനം ഒരു ധനം. വനം നമുക്ക് കിട്ടിയ ഒരു പൈതൃകമായി ലഭിച്ച ഒരു ധനമാണ്. നമ്മളാരും നമ്മുടെ കയ്യിലുള്ള പൈസ വെറുതെ കളയാറില്ല, നശിപ്പിക്കാറില്ല. നമ്മുടെ ധനമൊന്നും, നമുക്ക് വിലപ്പെട്ട കാര്യങ്ങളൊന്നും നാം നശിപ്പിക്കാറില്ല. അതുകൊണ്ട് വനം എന്ന് പറയുന്നത് നമുക്കൊരു ധനമായി കിട്ടിയതാണ്. അതൊരിക്കലും നാം നശിപ്പിക്കാൻ പാടില്ല എന്ന ആശയം അതിൽ നിന്നും ലഭിക്കുന്നു. മറ്റൊന്നാണ്, കാട് നശിച്ചാൽ നാട് നശിക്കും. നാട് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കാട്. കാടിന് സംഭവിക്കുന്ന എന്ത് ദോഷവും അത് എന്തിനെ ബാധിക്കും? നാടിനെ ബാധിക്കും. കാടിനെ മറന്നാൽ നാട് മുടിയും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ വനങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ നമുക്ക് കാലാവസ്ഥയിലും നമ്മുടെ വനങ്ങളിലും തോടുകളും പുഴകളും മെൽക്കും എല്ലാം സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കാടിനെ നാം മറക്കാൻ പാടില്ല. അത് മറന്നാൽ അത് നമ്മുടെ നാടിനും ദോഷകരമായി ബാധിക്കുമെന്നാണ് ആശയം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പ്രളയത്തെ തടയുക. അപ്പോൾ അത് മറ്റൊരു നിർദ്ദേശമാണ്. മറ്റൊന്നാണ്, ഇപ്പോൾ നിങ്ങൾ മരങ്ങളെ സംരക്ഷിച്ചാൽ ഭാവിയിൽ അവ നിങ്ങളെ സംരക്ഷിക്കും. വനസംരക്ഷണം നമ്മുടെ കടമയാണ്, അത് നമ്മുടെ ബാധ്യതയാണ് എന്ന്. ഒരു മരം ഇല്ലാതായാൽ 1000 ജീവൻ ഇല്ലാതാവും. നല്ല പ്രധാനമുള്ള ഒന്നാണ്. അതായത് നാം ഒരു മരമാണ് മുറിക്കുന്നത് എങ്കിലും ആ മരത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ആ മരത്തിലുണ്ട്. വേരുകളിലും അതിൻ്റെ തൊലികളിലും ഇലകളിലും കൊമ്പുകളിലും എല്ലാം താമസിക്കുന്ന ജീവികളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മരം ഇല്ലാതാവുമ്പോൾ ഒരു മരമല്ല ഇല്ലാതാവുന്നത്, 100 കണക്കിന് ജീവനുകളാണ് അതിൽ നശിച്ചു പോകുന്നത് എന്നുകൂടി നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാചകങ്ങൾ ഉപയോഗിച്ച് നല്ല പോസ്റ്ററുകൾ തയ്യാറാക്കുകയും നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും ബൈ.